ഞാൻ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കി, ശരിയാണ്. നിസാർ കമ്മീഷൻ 23 റിപ്പോർട്ടോ മറ്റോ കൊടുത്തിട്ടുണ്ട് അച്യുതാനന്ദൻ്റെ കാലത്ത്. അച്യുതാനന്ദൻ തന്നെ വെച്ചതാണ്. അത് വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നു എന്നുള്ള നിരന്തര പരാതികളുടെ പുറത്താണ് ഈ കമ്മീഷനെ വയ്ക്കുന്നത്. ഇത് കമ്മീഷൻ, നിസാർ കമ്മീഷൻ എത്ര നിശ്ചിതമായിട്ടാണ് വഖഫ് ബോർഡിനെ വിമർശിച്ചിരിക്കുന്നത് അറിയാമോ? നിങ്ങൾ മുഴുവൻ ധൂർത്താണ്, പിടിപ്പ് കേടാണ്, കെടുകാര്യസ്ഥതയാണ്, നിങ്ങളിപ്പോൾ അത് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഈ മുനമ്പം ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വഖഫ് ബോർഡ് അന്ന് ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തൽ ശരിയല്ല. അവർക്ക് അവരുടെ തടി രക്ഷിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ മുനമ്പത്തിൻ്റെ കാര്യത്തിലും അവർ പറഞ്ഞു, നമ്മുടെ അല്ല, ഞങ്ങൾ ദുരുപയോഗം ചെയ്തിട്ട് ഞങ്ങളുടെ അല്ല, അത് അത് നിങ്ങളെ തന്നെയാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു വശത്ത് വഖഫ് ബോർഡ്, മറുവശത്ത് ഫറൂഖ് കോളേജ് ആണല്ല. ഇവർ മുനമ്പത്തുകാരും മൂന്നാം കക്ഷിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വാർത്ത കണ്ടില്ലേ, മുനമ്പത്തുകാരെ ഈ ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണലിലെ തർക്കത്തിൽ മുനമ്പത്തുകാരെ കക്ഷി ചേരാൻ അനുവദിച്ചു. അവർ മൂന്നാം കക്ഷിയാണ്. ആദ്യത്തെ 2 കക്ഷികളാരാ? ഒന്ന് വഖഫ് ബോർഡ്, മറ്റേത് ഫറൂഖ് കോളേജ്. 2 പേരും മുസ്ലിങ്ങളല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.